മക്കാവിൽ ഇൻവെസ്റ്റ്മെന്റാ. ഞാൻ ഇന്നാളൊരു ചർച്ചന്റെ ഇടയിൽ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊക്കെയോ ഒരു കുടുംബ പ്രശ്നത്തിന്റെ ഇടയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു മോൾ ഇങ്ങനെ പറയാണ്. പക്ഷെ പ്രായമുള്ള മോളാ, 10-65 വയസ്സുള്ള ഒരു മോളാ, ഒരു സ്വത്തിന്റെ വിഷയ. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ ആ പെൺകുട്ടി പറഞ്ഞു, നിന്റെ വല്യമ്മ പറഞ്ഞ കാലത്ത് പറഞ്ഞിട്ടുണ്ട് ഓൾ അങ്ങനത്തോളാ ഓൾ ഇങ്ങനത്തോളാന്ന്. ഞാൻ ചോദിച്ചു, വല്യമ്മ ഇപ്പൊ എവിടെയാ? മണ്ണിന്റെ അടിയിലാ. വല്യമ്മ മണ്ണിന്റെ അടിയിലാ. എന്നാൽ പറഞ്ഞ വർത്താൻ എപ്പോഴും മക്കളെ നാവുമലുണ്ടെങ്കിലേ വല്യമ്മ മണ്ണ് കിടക്കലുണ്ടാവും. തോതങ്ങനെ വരുന്നുണ്ട് മണ്ണിന്റെ അടിയിലേക്ക്. മരിച്ചാലും കിട്ടുന്ന കുറ്റാണ്. എത്ര കാലം ഈ ലോകത്ത് ആ വാർത്ത ചുറ്റുന്നുണ്ടോ? ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടില്ലേ, കോഴിക്കോട് ഒരു മഹല്ലിൽ വെച്ചിട്ട് രാത്രി ഒരു ചെറുപ്പക്കാരനെ പിടിച്ചിട്ട് കുറെ ആൾ തച്ചു. സദാചാരം എന്നാ പറയുന്നത്, അള്ളാഹു ആലം. ഈ സദാചാരം തന്നെ കുശുമ്പുമെന്നും അസൂയമൊന്നും ഉണ്ടാകുന്നതാ. ഞാനൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അന്യ നാട്ടുകാരൻ ഇവിടെ വരിക, നബിനോനെ പിടിച്ചൊന്ന് തല്ലണല്ലോ. നല്ല ഉദ്ദേശമാണെങ്കിൽ ആരും അറിയാണ്ടൊന്ന് പരിഹരിച്ചിട്ട് ഇത് ശരിയല്ലോ, ഓളെ രണ്ടാളെയും കുടുംബം ഒന്നും ഇതായി പോയരുത്, അങ്ങനെ പരിഹരിക്കാനല്ല. അത് വീഡിയോ എടുക്കണം, 4 ആൾ അറിയിക്കണം, നാട് മൊത്തം നാറ്റിക്കണം. എന്നിട്ട് അവസാനം എന്താ ഇത് വന്ന് തീരാന്ന് ചോദിച്ചാൽ അത് നശിപ്പിച്ച് അള്ള പൊറുക്കാൻ റെഡിയാണെങ്കിലും പടപ്പിള് പൊറുക്കൂല. അതാ അപ്പോഴത്തെ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയൊരു ഫിത്തിന. പടച്ചോൻ പൊറുത്തിട്ടുണ്ടാവും, പടപ്പിള് പൊറുക്കൂല. തിന്ന് കൊല വിളിക്കും പച്ചയിറച്ചി. അതിനുള്ളതാ സോഷ്യൽ മീഡിയ, അതിനുള്ളതാ അന്നൊക്കെ വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ. അപ്പൊ അന്നത് വീഡിയോ എടുത്തിട്ട് ഓനെ തല്ലുന്നതും അവസാനം തല്ല് കിട്ടി ചോരയൊലിച്ച് മരത്തുമ്മ പിടിച്ച് കെട്ടിയിട്ടതൊക്കെ വീഡിയോ ആക്കിയിട്ടന്ന് പ്രചരിപ്പിച്ചു. ആ പ്രചരിപ്പിച്ച വ്യക്തികളിൽപ്പെട്ട ഒരു വ്യക്തി ആ സംഭവത്തിന്റെ 3 കൊല്ലങ്ങൾക്ക് ശേഷം മുക്കത്ത് വെച്ചിട്ടൊരു ടിപ്പർ അപകടത്തിൽ മരിക്കുകയാണ്. ഒരു ചെറുപ്പക്കാരനാ. ഓൻ മരിച്ചിട്ട് ഇന്നേക്ക് 7 കൊല്ലായി. ആ സംഭവം നടന്നിട്ട് 10 കൊല്ലായി. ഈ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ അതേ വീഡിയോ വീണ്ടും എനിക്ക് വന്നിട്ടുണ്ട്. ആ മരിച്ച വ്യക്തിന്റെ പേരുണ്ട്, പക്ഷെ ഓൻ മരിച്ചു മണ്ണിന്റെ അടിയിലാ. ആ പോസ്റ്റ് ഇട്ടൊന്ന് മണ്ണിന്റെ അടിയിലാ. പക്ഷെ ആ ഫേസ്ബുക്കിൽ നിന്ന് നേരെ എനിക്ക് വന്നു 1 ഇയർ അപ്ഡേഷൻ. ഓന്റെ എങ്ങനെ വരും? നിങ്ങൾ ആലോചിച്ച് നോക്കി മനുഷ്യർ, ഒരു വാക്കിന്റെ വിലയൊക്കെ എത്രത്തോളം ഉണ്ടെന്നും എത്രമാത്രം നമ്മളെ അത് തിരിഞ്ഞു കുത്തുന്നുള്ളതൊന്നും ഇപ്പൊ അറിയൂല. പാപ്പരായി പടച്ചോന്റെ മുൻപിൽ നിൽക്കുമ്പോഴേ അറിയൂ. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മനുഷ്യന്മാർക്കുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം അതാ, ഈഗോ. മനുഷ്യന്റെ വാശി, പക, അഹങ്കാരം, ഇത് കൊണ്ടച്ച് നടക്കുക എല്ലാവരും. അൽഹാഖുമുത്തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. ഫുള്ള് പാരകളാ, ഫുള്ള് അസൂയക്കാരാ. ഇപ്പൊ ആർക്കും നമ്മൾ നന്നായാ മതി മറ്റുള്ളവൻ അസൂയ ഉണ്ടാവാൻ. ഞാൻ ഇപ്പൊ നാളെ രാവിലെ മുതൽ സുബീക്ക് ഇതുവരെ പോകാത്തവൻ ഒന്ന് സുബീക്ക് 4 ദിവസം അടുപ്പിച്ച് പോയി നോക്കേണ്ടി. ആൾക്കാരെന്താ പറയാന്നറിയോ? എന്തോ ഉണ്ടിട്ടോ, ഒരുത്തൻ നന്നാന്ന് താല്പര്യമല്ല, അപ്പോഴേക്ക് വേറുണ്ടാക്കി പറയും. ഇനി അഥവാ ഗൾഫ് പോയിട്ട് 4 കൊല്ലം നിന്ന് തിരിച്ചു വന്ന് ഉള്ള ആ ഒരു ചെറിയ കൂരൊന്ന് തട്ടിപ്പൊളിച്ചിട്ട് ഒരു ചെറിയൊരു 1000 സ്ക്വയർ ഫീറ്റിന്റെ കൂരക്ക് വേണ്ടിയിട്ട് തറടാൻ തുടങ്ങിയ നാട്ടിലുണ്ട് കുറെ കറക്കമ്പനി. എന്താ പറയാ, അറബീനെ മുക്കി പോകുന്നതാട്ടോ, അല്ലാണ്ട് ഇത്ര വട്ടൊന്നും നോനാവൂല. ഒരു ബസ് കയറിയിട്ട് ഒരു പെണ്ണിനോട് മിണ്ടിയ അത് അവിഹിതം. കണ്ടക്ടറിന് പൈസ തിരിച്ചു പുറത്തേക്ക് ഇട്ടുകൊടുത്ത അത് അവിഹിതം. ഏതെങ്കിലും ഒന്ന് ഒരുത്തനൊരുത്തിയോടി മിണ്ടിക്കഴിഞ്ഞാൽ അത് അവിഹിതം. ഏറെ കുട്ടിയെ കോഴിക്കുട്ടികളെ മാതിരിയാ പോറ്റി ഓടുന്നത് കാണാ. പണ്ടൊക്കെ അത് കല്യാണ വീട്ടിൽ പറഞ്ഞു വരത്തലാണെങ്കിൽ ഇപ്പൊ അത് നേരെ എഴുതി വിടല. ആലോചിച്ചോളി മനുഷ്യരെ, ആലോചിച്ചോളിങ്ങള്. ഹത്താ സുർതുമുൽ മഖാബിർ. ഖബറിലെത്തുന്നത് വരെ ഇതൊക്കെ ഉണ്ടാവും. ഖബറിലെത്തിക്കഴിഞ്ഞാൽ കിട്ടുന്നതൊക്കെ അങ്ങോട്ട് തിരിച്ചു വരും. നമ്മുടെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ കുറെ നിസ്കരിക്കലും നോമ്പൊലിക്കലും അല്ല. ആൾക്കാർക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട്. എല്ലാരും നോക്കിയിട്ട് ഇങ്ങനെ പറയും നല്ല ദീനി കുടുംബാട്ടോ. എന്താ, വാപ്പ പള്ളിക്കും പോലുണ്ട്, ഉമ്മ ഖുർആൻ ക്ലാസ്സിനും ഉണ്ട്. പക്ഷെ പൊരയിലെ മരുവൊക്കെ ഒരു സൊയ്യ ഉണ്ടാവൂല. അല്ലെ, ഓന്റെ വീട്ടിൽ നോക്കിയിട്ട് പറയും നല്ല വാപ്പയാണ്, നല്ല അമ്മയാണ്, മൂപ്പര് പള്ളി കമ്മിറ്റിയിലുണ്ട്, മൂപ്പത്തി നാട്ടിലെ MGM-ലും ഉണ്ട്, അല്ലെ പെണ്ണുങ്ങളെ കമ്മിറ്റിയിലും ഉണ്ട്. ഓനോ കെട്ടി അന്ന് മുതൽ ആ കുട്ടി അനുഭവിച്ചു തുടങ്ങിയിരിക്കും ഓന്റെ സ്വഭാവക്കേട്. ഒരു മനുഷ്യന്റെ ദീന് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുതെന്താണെന്നറിയോ? ഒരു മുസ്ലിമിന്റെ ദീന് മറ്റൊരാളെ വേദനിപ്പിക്കാതിരിക്കല. ഒരു മുസ്ലിമിന്റെ ദീന് എന്ന് പറഞ്ഞാൽ അവൻ കാരണം മറ്റൊരാളെ വേദനിക്കാതിരിക്കലും വേദനിപ്പിക്കപ്പെട്ടവന്റെ മനസ്സിന്റെ പ്രാർത്ഥന അവന്റെ നേരെ വരാതിരിക്കലും ആ ദീന്. അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി. അല്ലാഹുവിന്റെ ഹബീബ് നബി തങ്ങൾ വെറുതെ പറഞ്ഞല്ല. ഒരു മുസ്ലിമി എന്ന് പറഞ്ഞാൽ മൻ സലിമൽ മുസ്ലിമൂന, മറ്റൊരു മുസ്ലിമിന്റെ അടുത്ത് രക്ഷപ്പെട്ടോനാ. അവന്റെ നാവുമെന്നും അവന്റെ കൈമൊന്നും രക്ഷപ്പെട്ടോനാ. ഒരു ഇസ്ലാമിന്റെ ദീനാണത്. നമ്മൾ കാരണം ഒരാളും വേദനിക്കാതിരിക്കുക. ഞാൻ പറയാറുണ്ട്, ചില പള്ളിയിലൊക്കെ മയ്യത്തുസ്കാരത്തിന് ആളുകൂടുന്നത് കണ്ടിട്ട് ചില ആൾക്കാർ പോരിശ പറയും, എമ്മാതിരി മയ്യത്തുസ്കാരം, മമ്പാടങ്ങനെ ഒരു നിസ്കാരം മുമ്പൊന്നും ഉണ്ടായിട്ടില്ലട്ടോ. മണ്ണിന്റെ അടി കൊണ്ടുവെക്കുമ്പോ സ്വൈര്യവും സമാധാനത്തിലും പടച്ചോന്റെ 6 അടി മണ്ണിൽ ആ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം, ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം.
ഒരാളെ ജീവിതത്തിലും ഒരു സങ്കടം ഉണ്ടാക്കാതെ ജീവിക്കണം. ഏത് ബന്ധങ്ങളും മനോഹരമാകുന്നത് അതിൽ സ്നേഹം കൊടുക്കുമ്പോഴാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊക്കെ നിക്കാഹത്ത് പറയും ആണിനോട് പറയും നീ മുഹമ്മദ് നബീന്റെ മാതിരിയാവണം, പെണ്ണിനോട് അറിയും നീ ഖദീജ ബീവിന്റെ മാതിരിയാവണം. ആദ്യം അതല്ല പറയണ്ടേ, പൊരേലമ്മാരോട് പറഞ്ഞു കൊടുക്കണം, ദീന് എന്ന് പറഞ്ഞാൽ പൊരേലമ്മാർക്കും ഉണ്ടാവണം. അല്ലാണ്ട് കെട്ടുന്ന ആണിനും പെണ്ണിനും മാത്രം ഉണ്ടായാൽ പോരാ. കയറി വരുന്ന പെൺകുട്ടിയെ സ്വന്തം മകളായിട്ടൊരു ഉമ്മാക്ക് കാണാൻ പറ്റണം. ആ പെൺകുട്ടി ഒരിക്കലും എന്റെ പൊരയിൽ വെച്ച് സങ്കടപ്പെടൂലെന്നും, എന്റെ മോളെ കൊണ്ടോ എന്റെ മോനെ കൊണ്ടോ എന്റെ പിയാപ്പളനെ കൊണ്ടോ എന്റെ ഭാര്യനെ കൊണ്ടോ എന്റെ പെൺകുട്ടികളെ കൊണ്ടോ എന്നെ കൊണ്ടോ ആ കുട്ടി ഒരിക്കലും ഈ പൊരന്റെ ഉള്ളിൽ വെച്ച് സങ്കടപ്പെടൂലെന്നും ഒരു വാപ്പക്കും ഉമ്മക്കും അള്ളാനെ സാക്ഷിയിട്ടിട്ട് പറയാൻ പറ്റിയാൽ അത് ദീനുള്ള കുടുംബ. അല്ലാണ്ട് നാട്ടിലെല്ലാ ഖുർആൻ ക്ലാസ്സിനും പോലും മാത്രമല്ല ദീനുള്ള കുടുംബാനുള്ള ഐഡിയ. കൈപിടിച്ചെടുക്കുന്ന വാപ്പാക്കും പറയാൻ പറ്റണം, മോനെ സവ്വജതുക വ അൻകഹതുക അമറല്ലാ, പടച്ചോൻ എന്നോട് പറഞ്ഞു എനിക്ക് കുടുംബം ഉണ്ടാക്കാൻ എന്റെ മോളെ തരാൻ, ഞാനിത് എനിക്ക് വാക്ക് തരിക. സവ്വജതുക, നിന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബം നശിക്കൂല, നിന്റെ മകളെ കൊണ്ട് ഇനി കരയൂല, നിന്റെ മകളെ കൊണ്ട് എന്റെ കുടുംബത്തിൽ ഒരു രാത്രി പോലും ഇനി സമാധാനമല്ലാണ്ട് കടന്നുറങ്ങേണ്ടി വരൂല. അമറല്ലാ, പടച്ചോൻ എന്നോട് പറഞ്ഞതാ എന്റെ കുടുംബത്തിന്റെ സമാധാനത്തിന് തസ്കുനു ഇലൈഹ, നിന്റെ മോളെ എനിക്ക് തരണമെന്ന്. അത് ആർജവത്തോടെ പിയാപ്പന്റെ കൈ പിടിച്ചിട്ട് വാപ്പാർക്ക് പറയാൻ പറ്റണം. അത് സ്വന്തം മക്കൾ ആ രീതിയിൽ ഒരുക്കണം. ഇതാ കുടുംബം. അല്ലാണ്ട് കുടുംബത്തിൽ ഓന് ദീനുണ്ട്, ഓൻ നല്ല ദീനുണ്ട്, വാപ്പക്കും ഉമ്മക്കും ഉണ്ടാവില്ല. ഒക്കെ ദീനുണ്ട്, ഒക്കെ വലിയ ദീനുണ്ട്, വാപ്പക്കും ഉമ്മക്കും ഉണ്ടാവും. കുടുംബത്തിൽ എല്ലാവർക്കും ദീനുണ്ടെങ്കിലേ കുടുംബം മനോഹരാവും. ഓരോരുത്തർക്കും പടച്ചോൻ ഏൽപ്പിച്ചു തന്ന എല്ലാ ബന്ധങ്ങളെയും മനോഹരാക്കുക. ഞാൻ പറയാറുണ്ട്, ബന്ധങ്ങളെയൊക്കെ ഒരു വലുപ്പറിയണമെങ്കിൽ 4 ദിവസം മെഡിക്കൽ കോളേജിൽ കിടക്കണം. 4 ദിവസം വേണ്ട. പരിശോധിച്ച പരിശോധനയെ തിരിഞ്ഞു എന്ത് പെട്ടെന്ന് ഡയാലിസിസ് തുടങ്ങണം. കിട്ടിയത് മെഡിക്കൽ കോളേജിൽ പുലർച്ചെ 1:30 4 ഇടക്ക, അല്ലെ കിട്ടിയത് ആ സമയത്താ. ഒരു 3 മാസം മക്കളൊക്കെ എങ്ങനെങ്കിലുമൊക്കെ നട്ടപ്പാതിരിക്ക് എണീറ്റ് പോരും. പിന്നെ ചോദിക്കാൻ തുടങ്ങും, അല്ലേ അമ്മായിക്കൊരു മോനില്ലായിരുന്നു, ആ ഓനെ കിട്ടിയേക്ക് ഒരു രാത്രി പോയ. ബന്ധങ്ങളുടെ വിലയറിയുന്നത് പലതും നഷ്ടപ്പെടുമ്പോഴാ. അതുകൊണ്ട് ആലോചിക്കണം, ഏത് ബന്ധവും പടച്ചോൻ തന്നതാണെന്നും ആ ബന്ധങ്ങളെയൊക്കെ ഇനി ചിലർക്കൊരു ധാരണ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ബന്ധങ്ങളൊക്കെ ഇവിടെ അങ്ങനെ പിണങ്ങി കുറെ നടന്ന് തമ്മിൽ വീറും വാശിയൊക്കെ കാണിച്ച് അതങ്ങനെ കേട്ടെ, ഈ വേറെന്തുണ്ടെങ്കിൽ പറയും, ഈ മരിച്ചാ പോലും മയ്യത്തോനെ കാണിക്കരുത്, ഇവിടെ തീർന്ന് ഇനി അങ്ങോട്ടുമില്ല എന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ ജയാന്നാ. ഇത് മരിച്ചു കഴിഞ്ഞ് എങ്ങനെങ്കിലും പൊരുത്തപ്പെട്ടിട്ടുവോ? മദീന മിമ്പറിൽ നിന്ന് ഖുതുബ പറഞ്ഞിറങ്ങുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ഒരാൾക്ക് നോമ്പ് കടണ്ട്, ആ കുറ്റം കബറിന് കിട്ടാണ്ടിരിക്കാൻ ആ വ്യക്തിക്ക് എന്ത് ചെയ്തു കൊടുക്കണം? ഹബീബായ നബി തങ്ങൾ തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു സാധുവിനെ നോമ്പ് ഉറപ്പിക്കണം, ഒരാൾക്ക് നോമ്പ് ഉറക്കാനുള്ള വകുപ്പുണ്ടാക്കി കൊടുക്കണം, എങ്കിൽ അത് പരിഹരിക്കപ്പെടും, അത് ഫിദിയ. വേറൊരു സ്വഹാബി ചോദിച്ചു, റസൂലേ, എന്റെ അമ്മ നേർച്ച ചെയ്തു, പക്ഷെ നേർച്ച വീട്ടാൻ പറ്റിയില്ല, മരിച്ചുപോയി. അപ്പൊ ചെയ്ത നേർച്ച അത് വീട്ടിയിട്ടില്ലെങ്കിൽ കുറ്റാണല്ലോ, അതിന് പകരം ഫിദിയ എന്താ? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെ 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെ 3 ദിവസം നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. ഇത് കേട്ടപ്പോ മറ്റൊരു സഹാബി ചോദിച്ചു, റസൂലേ, ഒരാൾ കുടുംബത്തിൽ പിണങ്ങി മരിച്ചുപോയി, അയാൾ അങ്ങോട്ട് പിണങ്ങി അല്ലെങ്കിൽ അയാളോട് ഇങ്ങോട്ട് പിണങ്ങി പൊരുത്തൊന്നും വാങ്ങാണ്ട് മരിച്ചുപോയി. വാശിയും പകയും മനസ്സിൽ വെച്ചിട്ട് അയാൾ നന്നാവാതെ മരിച്ചു. ആ മരിച്ച വ്യക്തിക്ക് ഖബറിലേക്ക് ആ ശിക്ഷ ബാധിക്കാതിരിക്കാൻ, അയാൾ ചെയ്ത അമല് അയാൾക്ക് തന്നെ കിട്ടാൻ, അയാളെ നിസ്കാരവും നോമ്പൊക്കെ അയാൾക്ക് തന്നെ ഉപകാരപ്പെടാൻ, ആ കുറ്റം പരിഹരിക്കപ്പെടാൻ എന്ത് ചെയ്തു കൊടുക്കണം റസൂലേ? അള്ളാന്റെ ഹബീബ നബി തങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ മയ്യത്ത് സ്കരിക്കുമ്പോൾ വാപ്പാക്ക് വേണ്ടി കാടടക്കി ഒരു പൊരുത്തങ്ങ് വാങ്ങിക്കോളിന്നാ, അല്ലെ വാപ്പാന്റെ പേരിൽ നിങ്ങൾ ഒരു പള്ളി ഉണ്ടാക്കി കൊടുത്തോളൂന്നാ, അല്ലെ ഉമ്മാന്റെ പേരിൽ നിങ്ങൾ ഒരു 100 ഹജ്ജ് ചെയ്തോളൂന്നാ, അല്ലെ നിങ്ങൾ പള്ളിക്ക് ഒരു 100 ആക്ക് സിമന്റ് കൊടുക്കണമെന്നാ, യത്തീംഖാനക്ക് നിങ്ങൾ ഒരു കൊല്ലം ഭക്ഷണം കൊടുക്കണമെന്നാ? അല്ല. ലാ യമീന ഫീ ഖതീഅത്തു റഹ്മിൻ, കുടുംബ ബന്ധം മുറിച്ചവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. എന്ത് ചെയ്തു കൊടുത്താലും ജീവിച്ചിരിക്കുന്ന കാലത്ത് അത് പൊരുത്തപ്പെടാണ്ടാ മരിച്ചതെങ്കിൽ അത് കിട്ടൂല. അതുകൊണ്ടാ പ്രിയപ്പെട്ടവരെ, നിസ്കാരവും നോമ്പൊക്കെ എല്ലാവർക്കും ക്ലിയറാ. പക്ഷെ സലാം വിട്ട് എഴുന്നേറ്റോ മോനെ നോക്കൂല, ഓനെയും നോക്കൂല. ഓലാപ്പോ 1ാമത്തെ സഫിൽ 1ാമത്തെ റക്കഅത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്നതെങ്കിൽ ഫഅന്ന, ആരെ കാണിക്കാനായി ഈ അഭിനയൊക്കെ? എന്തിനാ ഈ വേഷം കെട്ടലൊക്കെ? മനസ്സ് തുറന്നങ്ങ് പൊരുത്തപ്പെട്ടേക്കണം. നമ്മളെ വേദനിപ്പിച്ചവൻ, നമ്മളെ സങ്കടപ്പെടുത്തിയവൻ, നമ്മളെ കുറ്റപ്പെടുത്തിയവൻ, പച്ചക്ക് നമ്മളെ പറ്റി ഇല്ലാത്തത് പറഞ്ഞു നടന്നവൻ, എന്നാലും വമല്ലാഹു ബിഗാഫിലിൻ, ഞാൻ അള്ളാനെ ഏൽപ്പിച്ചു, അള്ള കണക്ക് വെക്കുന്ന മാതിരി എനിക്ക് നോക്കാനാവൂല, പടച്ചോൻ കൊടുത്തോട്ടെ, ഞാൻ വിട്ടുകൊടുത്തു, ഞാൻ സബൂറാക്കി. അതുകൊണ്ടാണല്ലോ കറുത്തവളുടെ മകനെ എന്ന് ബിലാലിനെ അമ്മാർ റളിയല്ലാഹു അൻഹു വിളിച്ചു, അബൂദർ റളിയല്ലാഹു അൻഹു വിളിച്ചു.
അബൂദർ റളിയല്ലാഹു അൻഹുവിനെ അബദ്ധത്തിൽ വിളിച്ചു പോയതാ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ കറുത്തവളുടെ മകനെ എന്ന് പറഞ്ഞു പോയപ്പോഴേക്കും അബൂദറിന് തെറ്റ് ബോധ്യപ്പെട്ടു. അദ്ദേഹം കരയാൻ തുടങ്ങി. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ബിലാൽ,